ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു കണക്ഷൻ ഡൗൺ ആയാലും മറ്റേ കണക്ഷൻ നമ്മൾ ഉപയോഗിക്കും. നമുക്ക് രണ്ട് ഇന്റർനെറ്റ് ഉണ്ട് 50 Mbps. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ സ്പീഡ് 100 Mbps സ്പീഡായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് വരിക. അതായത് നിങ്ങൾ രണ്ട് ഇന്റർനെറ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പ്രൈമറി ഇന്റർനെറ്റ് ആണ്, മറ്റേത് സെക്കൻഡറി ഇന്റർനെറ്റ് ആണ്. ഒരെണ്ണം ഡൗൺ ആയി കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ആവും. അതായത് എപ്പോൾ ഡൗൺ ആവുന്നു അപ്പോൾ മറ്റേത് ആക്ടിവേറ്റഡ് ആവും. പക്ഷെ നമുക്ക് രണ്ടിന്റെ സ്പീഡ് നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop. ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനൊരു ഫുൾ ടൈം വീഡിയോ ബ്ലോഗറൊന്നും അല്ല, അതുകൊണ്ടാണ് എല്ലാ ദിവസവും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതെ. ഞാൻ നെക്സ സിസ്റ്റം എന്നുള്ളൊരു സ്ഥാപനം ഇവിടെ എറണാകുളത്ത് നടത്തുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട് അവർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടെന്ന്, അവൾ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ഒരു Tp-Linkന്റെ ഒരു VPN റൗട്ടറാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ VPN റൗട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമല്ലല്ലോ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ലല്ലോ. നമ്മൾ CCTV അല്ലേ ചെയ്യുന്നത്. കാരണം എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തേക്കണമെന്ന് വെച്ചാൽ CCTVയുടെ വീഡിയോസാണ്. അപ്പോൾ CCTVയുടെ വീഡിയോസ് കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഈ ചാനൽ. അപ്പോൾ ഈ ഒരു നമുക്കറിയാം, നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ നമ്മുടെ CCTVക്ക് ഒരു നിലനിൽപ്പില്ല അല്ലേ. ഇപ്പോൾ വരുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടതെന്ന് വെച്ചാൽ റിമോട്ട് ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ ഇൻ്റർനെറ്റിനെ പറ്റി നമ്മൾ എല്ലാവരും കൂടുതൽ അറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു 35-40 വയസ്സ് പ്രായത്തിന് മേളിലുള്ള ആൾക്കാരൊക്കെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഞാനൊക്കെ ആ ഒരു ആദിമ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റൊക്കെ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്കത് പഠിക്കാൻ പറ്റാതെ പോയത്. ഇപ്പം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെ ഒരു കാലഘട്ടമാണ്. ചെറിയ പിള്ളേർക്ക് വരെ നമ്മളെക്കാളും കൂടുതൽ കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻ്റർനെറ്റ് പറ്റി അറിയുന്നതൊക്കെ ഒരുപാട് ജീവിതത്തിൽ ഉപകാരപ്പെടും. കാരണം ലോകം ഇനിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഡിവൈസാണ് Tp-Linkന്റെ ഈ ഒരു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ VPN റൗട്ടറാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇൻ്റർനെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരു ഇൻ്റർനെറ്റ് നിങ്ങളുടെ ഫെയിലിയർ ആയാൽ പോലും മറ്റേ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് മാത്രമല്ല, നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഫയർവാൾ, അതായത് പുറത്തുനിന്നുള്ള ഹാക്കിങ് കാര്യങ്ങളൊന്നും നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ CP+ന്റെ ഒരു NVRനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങളത് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡിവൈസിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു VPN റൗട്ടറിൻ്റെ കോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ 6500 രൂപയിൽ താഴെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൈസ് പറയുന്നില്ലെന്നുള്ള കുറേ ആൾക്കാർ കമൻറ്റ് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വില പറയുന്നത്. ഏകദേശം ഒരു 6500 രൂപ താഴെയാണ്. ഞാനിതിൻ്റെ പ്രൈസ് എന്താ പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്നായിരിക്കും. ഇതിപ്പോൾ ഒരു 2023-24 ഈ വീഡിയോ ഇവിടെ കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയാത്തത്. കാരണം ഇതിൻ്റെ പ്രൈസ് ഓരോ മാസവും ചിലപ്പോൾ ഓരോ ആഴ്ചകളിൽ പോലും ഇതിൻ്റെ എല്ലാ സാധനങ്ങളുടെയും, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ സാധനങ്ങളുടെയും വില ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് പറയാത്തത്. എന്നാലും ഒരു ഏകദേശ പ്രൈസ് പറയാം. ഇതിനൊരു 6500 രൂപ താഴെയാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വില. അപ്പോൾ ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം. നിങ്ങൾക്കൊരു ചെറിയൊരു ഓഫീസാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾ 2 ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഒരു ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് 50 Mbps, രണ്ടാമത്തതിൻ്റെ 50 Mbps സ്പീഡാണ്. അതായത് 50 Mbpsൻ്റെ 2 കണക്ഷൻ. ഒരെണ്ണം എയർടെൽ, ഒരെണ്ണം ജിയോ എന്ന് വിചാരിക്കാം. ഈ 2 ഇൻ്റർനെറ്റും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർനെറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ മറ്റേ ഇൻ്റർനെറ്റ് ഓട്ടോമാറ്റിക് ആക്ടിവേറ്റഡ് ആവും. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഇൻ്റർനെറ്റ് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, പിന്നെ 2 ഇൻ്റർനെറ്റിൻ്റെ പൈസയും കൊടുക്കും, അത് ഭയങ്കര നഷ്ടമല്ലേ. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആർക്കും ഒരു ഉപകാരമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ എന്താണെങ്കിലും പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണ്, അത് ബില്ല് വരും. പ്രീപെയ്ഡ് ആണെങ്കിലും ബില്ല് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒരു കണക്ഷൻ ഡൗൺ ആയാലും മറ്റേ കണക്ഷൻ നമ്മൾ ഉപയോഗിക്കും. നമുക്ക് രണ്ട് ഇന്റർനെറ്റ് ഉണ്ട് 50 Mbps. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ സ്പീഡ് 100 Mbps സ്പീഡായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് വരിക. അതായത് നിങ്ങൾ രണ്ട് ഇന്റർനെറ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പ്രൈമറി ഇന്റർനെറ്റ് ആണ്, മറ്റേത് സെക്കൻഡറി ഇന്റർനെറ്റ് ആണ്. ഒരെണ്ണം ഡൗൺ ആയി കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ആവും.
അതായത് എപ്പോൾ ഡൗൺ ആവുന്നു അപ്പോൾ മറ്റേത് ആക്ടിവേറ്റഡ് ആവും, പക്ഷെ നമുക്ക് രണ്ടിൻ്റെ സ്പീഡ് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആ ഒരു സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് ലോഡ് ബാലൻസിങ്, NLB എന്ന് പറയും. അപ്പോൾ ഈ ഡിവൈസിന് ചിലർ ഇതിനെ NLB എന്നും വിളിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ VPN റൗട്ടറിന് ഇതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു നെറ്റ്വർക്ക് ലോഡ് ബാലൻസറും കൂടെയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് തുറന്നുകൊണ്ട് സംസാരിക്കാം, ഇത് അൺബോക്സ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ മുഖം തന്നെ കണ്ട് ബോറടിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ TP-Linkൻ്റെ TR-605 എന്ന് പറയുന്ന ഒരു VPN റൗട്ടർ. ഈ ഒമേഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒമേഡ എഴുതിയിട്ടുണ്ട്. ഈ ഒമേഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആപ്പിൻ്റെ പേരാണ്. ഇവരുടെ ഈ ഒരു ഡിവൈസ് നമുക്ക് ഈ ആപ്പ് വഴി നമുക്ക് കോൺഫിഗർ ചെയ്യാം. അല്ലാതെ നമ്മൾ TP-Linkന് ഒമേഡ വേണമെന്ന് കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് തരില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒമേഡ എന്ന് പറയുന്ന പേരിൽ ഒരുപാട് ഡിവൈസുകളുണ്ട്. അതിനകത്ത് വരുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് ജിഗാബിറ്റ് VPN റൗട്ടർ എന്നാണ്. TR-605 ആണ് ഞാനിപ്പോൾ ഈ അൺബോക്സ് ചെയ്ത ഡിവൈസിൻ്റെ മോഡൽ നമ്പർ. ഇതിന് 3 വർഷം വാറണ്ടി വരുന്നൊരു ഡിവൈസാണ് കേട്ടോ. TP-Linkൻ്റെ എല്ലാ പ്രോഡക്റ്റും, ഇത് TP-Linkൻ്റെ സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, പക്ഷേ എന്നാലും TP-Linkൻ്റെ പ്രോഡക്റ്റുകളൊക്കെ എനിക്ക് താല്പര്യമുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസിൻ്റെ പാക്കിങ്. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മുടെ ഡിവൈസ്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല അടിപൊളി കേസിംഗ് ആണ് കേട്ടോ, മെറ്റൽ കേസിംഗ് ആണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനാണ്. അത്യാവശ്യം നല്ല കനവും വരുന്നുണ്ട്, ഒരു 1/2 കിലോ വെയിറ്റെങ്കിലും വരുന്നുണ്ട്. 1/2 കിലോ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിവൈസിലേക്ക് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു USB പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതൊരു USB പോർട്ടാണ്, ഇതൊരു വാൻ പോർട്ടാണ്. അപ്പോൾ ഈ ഒരു വാൻ പോർട്ട് കൂടാതെ തന്നെ നമുക്ക് വാനായിട്ടും ലാനായിട്ടും കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന 2 പോർട്ടുകളാണ് ഇത് രണ്ടും. പിന്നെ വരുന്നത് ഈ 2 എണ്ണം എപ്പോഴും ലാൻ പോർട്ട് തന്നെയായിരിക്കും. അങ്ങനെയാണ് ഈ 5 പോർട്ടുകൾ ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഡിവൈസിൽ എഴുതിയേക്കണ പോലെ തന്നെ ഇതൊരു ജിഗാബിറ്റ് VPN റൗട്ടറാണ്. ജിഗാബിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 1000 Mbps സ്പീഡായിരിക്കും ജിഗാബിറ്റിൽ വരിക. പിന്നെ ഈ ഒരു ഡിവൈസ് നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർട്ടിനകത്ത് നമുക്ക് പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഇത് 12 വോൾട്ട് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. 1 ആംപിയറേ ഉള്ളൂ അതിൻ്റെ പവർ കൺസപ്ഷൻ. പിന്നെ ഡീഫോൾട്ട് IP അഡ്രസ് 192.168.0.1 ആണ്. നമുക്കത് ഏത് റേഞ്ചിൽ വേണമെങ്കിലും IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് വന്നേക്കണ ഒരു GNU ജനറൽ പബ്ലിക് ലൈസൻസ് എഗ്രിമെൻറ്റ് നോട്ടീസ്, പിന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഗൈഡ്, നമുക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യാം എന്നുള്ളത്. നല്ല വലിയൊരു പേപ്പറാണ്. ഓക്കെ, ഇതിനകത്ത് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വരച്ച് കാണിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കിയിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിതിനകത്ത് വന്നിരിക്കുന്നത് ഒരു പാച്ച് കോഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ ടേബിളിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഉരഞ്ഞ് ടേബിളിന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബുഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അഡാപ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് 1 ആംപിയർ അഡാപ്റ്ററാണ്. ഇതിന് വലിയ ലെങ്ത് ഒന്നുമില്ല, ആകെ ഒരു മീറ്റർ നീളമൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ബോക്സിനകത്ത് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, ലാപ്ടോപ്പിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കുന്ന ആ ഒരു പാച്ച് കോഡ് നമുക്കൊന്ന് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ എന്നിട്ട് ഡിവൈസ് ഒന്ന് പവർ ചെയ്യാം. അപ്പോൾ ഡിവൈസിൻ്റെ ഈ ഒരു പോർട്ടില്ലേ, നമ്മുടെ ഇപ്പോൾ ലാൻ എഴുതിയേക്കണ ഈ ഒരു പോർട്ട്, ഈ ലാനിന് എഴുതിയേക്കണ പോർട്ടിലേക്കാണ് നമ്മുടെ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു കേബിൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ അതർ സൈഡ്, ഈ കേബിളിൻ്റെ അതർ സൈഡ് നമ്മുടെ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനകത്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിവൈസ് അവിടെ ഇരിപ്പുണ്ട്, ഇത് കേബിളിലൂടെ കണക്റ്റഡ് ആണ് കണ്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഡിവൈസ് ഒന്ന് പവർ ചെയ്താൽ മാത്രം മതി, ബാക്കിയുള്ള സെറ്റപ്പുകൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് നമ്മുടെ ആ ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ IP അഡ്രസ്സ് ആ ഒരു ഡിവൈസിൻ്റെ 192.168.0.1 എന്നുള്ള IP അഡ്രസ്സുമായിട്ട് മാച്ചാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ IP അഡ്രസ്സ് കൊടുത്ത് അതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതുണ്ടോ 192.168.0.1 എന്നുള്ളൊരു IP ഞാൻ കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇത് ആ ഡിവൈസിൻ്റെ IP ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ലോഗിൻ പേജ് ഇവിടെ വരുന്നുണ്ട്. യൂസർ നെയിം അഡ്മിൻ എന്നാണ്
ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണ്ട, സ്മോൾ ലെറ്റർ കൊടുക്കാം. അഡ്മിൻ നമ്മൾ കൊടുക്കുന്നു. പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് admin 123 എന്ന് കൊടുത്തു. admin 123. അപ്പോൾ ഇവിടെ കൺഫേം. അപ്പോൾ പാസ്വേഡ് സേവ് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത യൂസർ ID ഇവിടെ കൊടുക്കുക. പാസ്വേഡ് admin 123. ഞാൻ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉള്ളൊരു പാസ്വേഡ് വേണം കൊടുക്കാൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്വിക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയില്ലാത്ത ഒരാൾക്കൊക്കെ ഈ സിമ്പിളായിട്ട് ഇത് കോൺഫിഗർ ചെയ്യും. ഞാനിപ്പോൾ ആ ഒരു മെത്തേഡിൽ പോകുന്നില്ല, ഞാൻ എക്സിറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വാൻ നെറ്റ്വർക്കൊന്നും ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാത്തതാണ് ഇവിടെ കണക്ഷൻ ലിങ്ക് ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് അപ്പ് എന്ന് പറഞ്ഞ് കാണിച്ചേനെ. പിന്നെ ഇതിനകത്ത് നമുക്കുള്ളത് ഇവിടെ ക്വിക്ക് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് സെറ്റപ്പിൽ നമ്മൾ പോയാൽ നമുക്ക് ഈസി ആയിട്ട് ആദ്യം നമുക്ക് ആ പേജ് തെളിഞ്ഞു വന്നില്ലേ, ആ ഒരു ഓപ്ഷനാണിത്. പിന്നെ നമ്മുടെ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനിൽ പോയാൽ നമുക്ക് വാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും കാണുക. ഇവിടെ വാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഓൾറെഡി സെലക്റ്റഡ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഇതും വാൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതും വാൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 വാൻ പോർട്ടുകൾ ഇവിടെ ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അതായത് 3 ഇൻ്റർനെറ്റുകൾ നമ്മൾ ഈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 3 വാൻ പോർട്ട് എനേബിൾ ചെയ്യാം. ബാക്കി 2 എണ്ണം കിടക്കുന്നുണ്ടല്ലോ, മൊത്തം അതിനകത്ത് 5 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 2 എണ്ണം എന്താണെങ്കിലും ലാൻ പോർട്ട് ആയിരിക്കും. ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഇൻ്റർനെറ്റ് ഇതിലോട്ട് കണക്ട് ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഞാനതൊന്നും എനേബിൾ ചെയ്യുന്നില്ല, അതോടെ കിടന്നോട്ടെ. ദെൻ നെക്സ്റ്റ് ലാൻ എന്നൊരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലാൻ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ മെയിൻ IP അഡ്രസ്സൊക്കെ നമുക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള IP അഡ്രസ്സ് കൊടുക്കാം. പിന്നെ അങ്ങനെ താഴത്തേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ VLAN എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വിർച്വൽ ലാൻ ആണ്. IP വേർഷൻ 6 സപ്പോർട്ടുണ്ട്. USB മോഡം നമുക്ക് വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് IP ഗ്രൂപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. VPN IP പൂൾ സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമുക്ക് വന്നാൽ നാറ്റ് ഉണ്ട്, ബാൻഡ് വിഡ്ത്ത് കൺട്രോളർ ഉണ്ട്, സെഷൻ ലിമിറ്റ് ഉണ്ട്, ലോഡ് ബാലൻസിങ് ഉണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ഇതിന് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഒരു ക്വിക്ക് ഓവർവ്യൂ മാത്രമേ നോക്കുന്നുള്ളൂ. ഇതിൽ നമുക്ക് ഇനി അടുത്തായിട്ട് വരുന്നത് ഫയർവാളാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ IP സ്പൂഫിംഗ് അറ്റാക്കുകളൊക്കെ ചെയ്യുന്നത്, അതുപോലെ അറ്റാക്ക് ഡിഫൻസ് സെറ്റപ്പുകൾ, ആക്സസ് കൺട്രോൾ മെത്തേഡുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ബിഹേവിയർ കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയാൽ നമുക്ക് വെബ് ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിനുള്ളിൽ ബ്രൗസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഓഫീസിലൊക്കെ വെച്ച് നമ്മൾ ബ്രൗസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് ബ്രൗസിങ് ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ VPN എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇതിനകത്താണ് വരിക. VPNൽ നമുക്ക് IP സെക്യൂരിറ്റി ഓപ്ഷൻ ചെയ്യാം, L2TP ഉണ്ട്, പിന്നെ PPTP ഉണ്ട്, ഓപ്പൺ VPN ഉണ്ട്. ഇത്രയും VPN ഓപ്ഷൻസ് എനേബിൾ ചെയ്യാം. പിന്നെ VPN യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഒതൻറ്റിക്കേഷൻ എന്നുള്ള മെത്തേഡിലേക്ക് പോയാൽ ഒതൻറ്റിക്കേഷൻ സെറ്റിങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ യൂസർ മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് നമുക്കിവിടെ മൊത്തം കാണാൻ പറ്റും. ഇനി സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക് DNS സെറ്റപ്പ് ഉണ്ട്, UPnP ഓപ്ഷനുണ്ട്. പിന്നെ സിസ്റ്റം ടൂൾസിലേക്ക് പോയി കഴിഞ്ഞാൽ അഡ്മിൻ സെറ്റപ്പ്, മാനേജ്മെൻറ്റ്, കൺട്രോളർ സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡിവൈസിനുള്ളിലോട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കിതൊരു NLB ആയിട്ട് കോൺഫിഗർ ചെയ്യാം, ഫയർവാൾ ആയിട്ട് കോൺഫിഗർ ചെയ്യാം, VPN ആയിട്ട് കോൺഫിഗർ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ എനേബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ ഒരു TP-Linkൻ്റെ ഈ ഒരു TR605 എന്ന് പറഞ്ഞ ഈ ഒരു ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സെറ്റപ്പും കോൺഫിഗർ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ട്രാഫിക് സ്റ്റാറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ലാപ്ടോപ്പ് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെയാണ്, എത്ര പാക്കറ്റ് പോയി എത്ര പാക്കറ്റ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഇൻ്റർനെറ്റൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ NLBനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ NVRനെ പറ്റി തന്നെയാണ്. NVRൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസർ മാനേജ്മെൻറ്റ് സെറ്റിങ്സ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ഫോണിൽ വീഡിയോസ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ വീഡിയോ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ കാണുന്ന രീതിയിലുള്ള കുറച്ച് സെറ്റപ്പുകളൊക്കെയാണ് നമ്മൾ അടുത്ത ദിവസം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണോടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സബ്ജക്റ്റുകളൊക്കെ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you.